ഹലോ എവരിവൺ. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ? ഇന്നൊരു റേഞ്ച് ബൗണ്ട് വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു അല്ലേ? അത്യാവശ്യം ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നു, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ വോളറ്റൈൽ ആയിട്ടുമുണ്ട്. അതേപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് തന്നെയായിരുന്നു. ഇന്നാണ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു 3 ഫേസസിലായിട്ടാണ് ഈ മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ വരുന്നത് ഒരു സ്ട്രക്ചർ വരുന്നത് 3 ഫേസസിലായിട്ടാണ്. അതിൽ ഒന്നാമത്തത് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. അത് ഒന്നെങ്കിലും ഒരു ബുള്ളിഷ് ആവാം, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആവാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ പറയുമ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് വോളറ്റൈൽ മാർക്കറ്റ് ആണ്. ഓക്കെ, ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കുറച്ചൊക്കെ വോളറ്റൈലിറ്റി ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ഒരു മൂവ്മെന്റ് കാണിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും. മൂന്നാമത്തെ പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആണ്. ഓക്കെ, ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഉണ്ടാവും, അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കും, പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് ഞങ്ങൾക്ക് യൂഷ്വലി കാണാൻ സാധിക്കാറ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് തന്നെയായിരുന്നു. പിന്നെ ഇന്നായിരുന്നു അത്യാവശ്യം ഒരു മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടായി വന്നത്. ഓക്കെ, അപ്പൊ വരും ദിവസങ്ങളിൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കാം. പക്ഷെ അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒരു ട്രെൻഡിങ് മാർക്കറ്റ്, ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആകുകയാണെങ്കിൽ അതിനുശേഷം വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു ട്രെൻഡിങ് ദിവസം ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നാളേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 50-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ പോലെ ഫോമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇൻ കേസ് നാളെ ഈ ഡബ്ല്യു പാറ്റേണിന്റെ നെക്ക് ബ്രേക്ക് ആണെങ്കിലായിരിക്കും മാത്രമായിരിക്കും ഞങ്ങൾക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് വരുന്നതെങ്കിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു 48 to 45 എന്ന ലെവൽ, 48 to 45 എന്ന ലെവലിന് മുകളിലൊക്കെ ഒരു ബ്രേക്കായി അവിടെ സസ്റ്റെയിൻ ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിങ്ങൾ ഫോം ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഒരു എൻട്രി വരുന്നത്. അതിന് മുന്നിലൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു റേഞ്ച് ബൗണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ നിന്നും ഒരു എൻട്രി പ്ലാൻ ചെയ്യാത്തതാണ് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്കൊണ്ട് ബ്രേക്ക് തീർന്നതെങ്കിൽ, അത്യാവശ്യം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ ഫോം ആയി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് 48,500 എന്ന ലെവലിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 48,650 എന്ന ലെവലിൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അഥവാ നാളെ വീണ്ടും ഒരു നെഗറ്റീവ്നെസ് കാണിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് ഞങ്ങൾക്ക് ഇവിടെ ഒരു 47,920 എന്ന ലെവൽ ഉണ്ട്, ഇതിന് താഴെയൊക്കെ പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് സെല്ലിംഗ് സൈഡിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അത് ഞങ്ങൾക്ക് ടാർഗറ്റ് വരുന്ന ഓൾമോസ്റ്റ് 48,760 എന്ന ലെവലൊക്കെ ആയിരിക്കും. കാരണം ഞങ്ങൾ ഈ ബാങ്ക് നിഫ്റ്റി കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് ശേഷം അത്യാവശ്യം താഴേക്ക് ഒരു വൺ ഡയറക്ഷൻ മൂവ് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രീ ആണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഒരു സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നാളെ അഥവാ വീണ്ടും ഒരു ഫോളോ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ വീണ്ടും നമുക്കൊരു ഒരു നെഗറ്റീവ്, ഒരു ബെയറിഷ് ട്രെൻഡിങ് മാർക്കറ്റ് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഈ ഒരു ലെവലിൽ താഴെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 47,400 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇൻ കേസ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുന്നതെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് 48,280,260 എന്നുള്ള ലെവലൊക്കെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇവിടെ വന്ന് ഒരു സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു റിവേഴ്സൽ കാണിക്കുന്നെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി വരികയാണെങ്കിൽ അത് ഒരു ക്യാൻഡിലെ ബ്രേക്ക്ഔട്ടിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അതല്ല, അവിടെ നിന്ന് നല്ലൊരു പുൾ ബാക്ക് കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ക്ലോസിംഗ് റേഞ്ച് ഈ ഒരു റേഞ്ചിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കുന്നെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നാണ് താഴെ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് പോസിബിൾ വ്യൂസ് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിഫ്റ്റിയുടെ 50-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അതിന് മുന്നേ നിഫ്റ്റിയിൽ ഒരു സർപ്രൈസിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എവിടെ ക്ലോസ് ആയിനോ അവിടെ തന്നെയാണ് ഇന്നും ക്ലോസ് ആയിട്ടുള്ളത്. ഇവിടെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ 0% ആണ് ഇന്നത്തെ ചേഞ്ച് എന്ന് കാണുന്നത്. ഓക്കെ, അപ്പൊ നിഫ്റ്റിയിൽ ഞാൻ മുന്നേ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രേക്ക് ആയില്ല. ഇനി അതൊരു ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒരു പ്രോബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് 22,360, 365 ഈ ഒരു ലെവൽ ബ്രേക്ക് ആവാതെ ഞങ്ങൾക്ക് ഇവിടെ സേഫ് എൻട്രി കിട്ടില്ല.
ഓക്കെ, അത് ഇന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു. അവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല, ബ്രേക്കിന്റെ കൺഫർമേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു റീടെസ്റ്റ് വരുവാണ് ചെയ്തത്. ഓക്കെ, നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്ക് ബ്രേക്ക്, ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം മാർക്ക് ചെയ്ത ആ ഒരു 22,360 എന്ന ലെവലൊക്കെ പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലേക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഇവിടെ 22,400 410 ആ ഒരു ലെവലൊക്കെ ആയിരിക്കും ഞാൻ മാർക്ക് ചെയ്യുന്നത്. കാരണം മുന്നേ ഈ ഒരു സോൺ നോക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടാണ് ആക്ട് ചെയ്തത്. ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് ആക്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സോൺ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുക. അപ്പൊ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 22,400 410 ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടുത്തെ റീടെസ്റ്റ് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഞ്ച് ബൗണ്ട് ഒരു മാർക്കറ്റ്, അങ്ങനെ ഒരു പ്രോബബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും നാളെ ആ ഒരു എന്താ പറയുക മാർക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഇനി അതല്ല വീണ്ടും ഒരു മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്, അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് 22,520 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് എന്ന സിറ്റുവേഷൻ കാണാൻ കഴിയുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ഇൻ കേസ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു സപ്പോർട്ട് സോൺ, ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, അത് ഒരു സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സോണിൽ നിന്ന് ഞങ്ങൾക്ക് ബൈയിങ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഇനി അതല്ല ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം താഴോട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന്റെ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ഈ ഒരു റേഞ്ചിലൊക്കെ ഒന്ന് ഇവിടെ വന്നൊന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു റിവേഴ്സൽ പ്ലാന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അങ്ങനെയല്ല, സപ്പോസ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടേക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ എന്ന സിറ്റുവേഷൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ലെവൽ, അതായത് 22,250 എന്ന ലെവലിലൊക്കെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അത് ഈ ഒരു ലെവൽ, അതായത് ഓൾമോസ്റ്റ് 22,180 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, അതേപോലെ ഒരു കാര്യം കൂടെ, അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരികയാണെങ്കിൽ താഴെ കമന്റ് ഇടാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.